200 വർഷം ജീവിച്ചാൽ മാത്രം മനസ്സിലാവുന്ന പഴങ്ങൾ മുറിക്കാനുള്ള ശരിയായ വഴികൾ. തണ്ണിമത്തൻ ആദ്യം പകുതിയായി മുറിക്കൂ. പിന്നെ കമിഴ്ത്തി വെച്ച് കുറുകയും നെടുകയും മുറിച്ചാൽ കഷ്ണങ്ങൾ നല്ലോണം കിട്ടും. കഴിക്കാനും എളുപ്പമാണ്. ഹണിഡ്യൂ മെലൻ ആദ്യം തൊലി നല്ലോണം കളയണം. പിന്നെ ഒരു കരണ്ടി കൊണ്ട് ഉള്ളിലെ വിത്തൊക്കെ മാറ്റി വലിയ കഷ്ണങ്ങളായി മുറിച്ചാൽ കഴിക്കാൻ നല്ല രുചിയായിരിക്കും. നേന്ത്രപ്പഴം തൊലി കളയേണ്ട ആവശ്യം തന്നെയില്ല. തൊലിയോടെ തന്നെ 8 കഷ്ണമാക്കി മുറിച്ചാൽ എല്ലാവർക്കും പങ്കിട്ട് കൊടുക്കാൻ എത്ര സൗകര്യം. മുന്തിരിയുടെ രണ്ടറ്റവും മുറിച്ചു കളഞ്ഞിട്ട് മുകളിൽ കത്തികൊണ്ട് കുരിശ് വരയ്ക്കൂ. കേക്കൊക്കെ അലങ്കരിക്കാൻ ഇത് കണ്ടാൽ ആരും ഒന്ന് നോക്കും. സ്റ്റാർ ഫ്രൂട്ടിന്റെ വർഷങ്ങളിലെ കട്ടിയുള്ള ഭാഗം ചെത്തിക്കളഞ്ഞാൽ തൊലി എളുപ്പത്തിൽ ഉരിഞ്ഞെടുക്കാം. പുളിപ്പും അധികം തോന്നില്ല. ഓറഞ്ച് വട്ടത്തിൽ മുറിച്ച് നടുവിൽ നിന്ന് വിടർത്തിയാൽ വിരൽ കൊണ്ട് ഓരോ ചുളയും എളുപ്പത്തിൽ അടർത്തിയെടുക്കാം. കൈ ഒട്ടും അഴിക്കാവില്ല. മാതളി നാരങ്ങത്തൊലി നല്ലോണം മുറിച്ചു നീക്കിയിട്ട് നടുവിൽ നിന്ന് രണ്ടായി പിളർന്നാൽ ഓരോ ചുളയും വേഗം വേർതിരിഞ്ഞു കിട്ടും. വിരുന്നുകാർക്ക് വിളമ്പാൻ ഇതാണ് നല്ല വഴി. ഡ്രാഗൺ ഫ്രൂട്ടിന്റെ രണ്ടറ്റവും മുറിച്ചു കളഞ്ഞ് ഒരു ചോപ്സ്റ്റിക് നടുവിലൂടെ കേട്ടി മുറിച്ചാൽ കൃത്യമായ കഷ്ണങ്ങൾ കിട്ടും. തൊലി കളയാതെ തന്നെ കൈകൊണ്ട് കഴിക്കാം. ഹാമി മെലൻ നീളത്തിൽ മുറിച്ച് തൊലി ഓരോ ഭാഗമായി കളഞ്ഞാൽ നല്ല കഷ്ണങ്ങൾ കിട്ടും. പ്ലേറ്റിൽ നല്ലോണം അടുക്കി വെച്ചാൽ കാണാനും ഭംഗിയായിരിക്കും. എന്നെ ഫോളോ ചെയ്താൽ മതി. ഇങ്ങനെ നല്ല ട്രിക്സ് ഞാൻ പറഞ്ഞു തരാം.